നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ആവട്ടെ, മന്തി ആവട്ടെ, ഇപ്പോൾ കഞ്ഞിയുടെ സൈഡ് ഡിഷ് ആയിട്ടും ആർക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പച്ചമുളക് അച്ചാറാണ്. ഈ ഒരു പച്ചമുളക് അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ ഉണ്ട പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഇതിന്റെ നടുഭാഗത്തായിട്ട് അല്പം ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വരയിട്ട് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് വഴണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണയിൽ നിന്നും പച്ചമുളക് കോരി മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇവയൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തൊന്ന് മൊരിയിച്ചെടുക്കാം. ഇവയൊന്ന് മൂത്ത് കഴിഞ്ഞാൽ വറമുളകും കറിവേപ്പിലയും ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ മൊരിയിച്ചെടുത്തതിന് ശേഷം വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പുളിവെള്ളവും കൂടി ചേർത്ത് വീണ്ടും തിളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് കൂടെ ഒഴിച്ച് ശർക്കരയുടെ ആ ഒരു കുത്തൽ മാറി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ അളവില് പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. നല്ലതുപോലെ വറ്റി പാകായി കഴിഞ്ഞാൽ ഒരു നുള്ളു കായപ്പൊടിയും ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ തണുത്തതിന്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബിരിയാണിയും മന്തിയൊക്കെ കഴിക്കാനായിട്ട് അച്ചാർ തേടി പോകേണ്ട ആവശ്യവും വരുന്നില്ല. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.